ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വീഡിയോ ഇടുന്നത്. പിന്നെ നമ്മൾ കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ പെട്ടിട്ട് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഞാൻ വർക്കിന് പോകുന്നുണ്ട്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുമ്പോഴത്തേനും വൈകിട്ട് ഒരു 6 മണി 6:30 ആവും വീട്ടിലെത്താനായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് നമുക്കങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പ്രാവശ്യം ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പൗഡർ വെച്ചിട്ടുള്ളത് നമ്മൾ കുറവാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രസീലിയൻ പിങ്ക് ക്ലേ വെച്ചിട്ട് ആണ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. 1 kg സോപ്പ് ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ബ്രസീലിയൻ പിങ്ക് ക്ലേ എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഇത് ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലേ ആണ്. ഇത് ക്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾ കളിക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല, അതൊരു പൗഡർ ഫോമിൽ വരുന്നതാണ്. ഒരു ലൈറ്റ് പീച്ച് അല്ലെങ്കിൽ ഒരു പിങ്ക് ടൈപ്പ് കളറാണ് ഇതിന് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പ് സെൻസിറ്റീവ് ആയിക്കോട്ടെ ഏതൊരു സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. നമ്മുടെ ടാൻ മാറ്റാനും അതേപോലെ തന്നെ സ്കിന്നിലുള്ള ആ ഒരു ബ്രൈറ്റ്നെസ് കൂട്ടാനും അതേപോലെ തന്നെ ബ്ലെമിഷസ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പോട്ടൊക്കെ നമുക്ക് ഒരു ഡാർക്ക് സ്പോട്ടും അത് പിമ്പിൾ മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മാറാനും അതേപോലെ തന്നെ കുറച്ച് ബ്രൈറ്റ്നെസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പിങ്ക് ക്ലേ. ഈ ക്ലേയിൽ തന്നെ കുറേ ടൈപ്പ് വരുന്നുണ്ട്. വൈറ്റ് ക്ലേ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്രഞ്ച് ഗ്രീൻ ക്ലേ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് ബ്രസീലിയൻ പിങ്ക് ക്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലേ ആണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു പിങ്ക് ക്ലേ വെച്ചിട്ട് മാസ്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോപ്പ് മാത്രമല്ല, മാസ്ക് ആക്കിയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. സ്കിന്ന് ഡ്രൈ ആക്കുക ഒന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി എഫക്റ്റീവായിട്ടുള്ള ഒരു പൗഡറിൽ വരുന്ന ഒരു ക്ലേ ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. കാരണം എല്ലാ പൗഡേഴ്സും കുറേ പേര് നമ്മൾ പറയാറുണ്ട് ഇത് മെൽറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ആ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യുമ്പോൾ അതിൽ തന്നെ പൗഡേഴ്സ് ഇട്ടിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ ചില പൗഡേഴ്സ് ഇപ്പോൾ ഈ ഒരു കയോളിൻ ക്ലേ, വൈറ്റ് ക്ലേ, പിന്നെ അതേപോലെ തന്നെ ഫ്രഞ്ച് ഗ്രീൻ ക്ലേ, പിങ്ക് ക്ലേ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് അതിൽ മെൽറ്റായി വന്നെന്ന് വരില്ല കേട്ടോ. കാരണം നോർമൽ പൗഡേഴ്സ് പോലെയല്ല, ഹെർബൽ പൗഡേഴ്സ് പോലെ ആവില്ല ഇങ്ങനത്തെ ക്ലേസ് നമ്മൾ അതിലിടുമ്പോൾ. അപ്പോൾ ഞാനിത് ഓൾറെഡി ആദ്യമേ ജസ്റ്റ് പീസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും. ഡബിൾ ബോയിലിംഗ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്കത് മെൽറ്റായി കിട്ടും കേട്ടോ. ഇനി ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്രസീലിയൻ പിങ്ക് ക്ലേ ആണ്. പിന്നെ സെക്കൻഡ് വൺ അലോവേറ ജെല്ല്, പിന്നെ വിറ്റാമിൻ ഇ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഗ്ലിസറിൻ ഇല്ലാതെ ഒരു സോപ്പും ഇല്ല അല്ലേ. പിന്നെ അതേപോലെ നമ്മുടെ റോസ് വാട്ടർ, ഓക്കെ, റോസ് വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് ആൽമണ്ട് ഓയിലാണ് കേട്ടോ. അത് ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിലാക്കി വെച്ചതാണ് ആൽമണ്ട് ഓയിൽ. കാരണം അതിലേക്ക് ആവശ്യമുള്ള കറക്റ്റ് ആൽമണ്ട് ഓയിൽ ഞാൻ മെഷർ ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതാണ് പിങ്ക് ക്ലേ, ഞാൻ കുറച്ച് എടുത്തിട്ട് ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 kg സോപ്പ് ബേസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 30 grams ആണ് ഞാനിവിടെ പൗഡർ എടുത്തിട്ടുള്ളത്, നമ്മുടെ ബ്രസീലിയൻ പിങ്ക് ക്ലേ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ മെൽറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എല്ലാവരും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്യുമ്പോൾ തന്നെ അതിലിട്ടിട്ട് പൗഡർ കണ്ടോ, പൗഡർ ഇട്ട് കൊടുത്തപ്പോൾ കറക്റ്റ് അത് മെൽറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. കുറേ ഗ്രെയിൻസ് പോലെ, കുറേ കട്ട കുത്തിയ പോലെ കുറേ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബീറ്റർ വെച്ചിട്ട് ബീറ്റർ അല്ല കേട്ടോ, ബ്ലെൻഡർ വെച്ചിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ബീറ്റർ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ സോപ്പിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലെൻഡറാണ് കേട്ടോ. സോപ്പ് മേക്കിങ് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് ബ്ലെൻഡർ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നമുക്കതൊന്ന് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ പൗഡേഴ്സ് എന്ന് പറയുമ്പോൾ നോർമൽ ഹെർബൽ പൗഡേഴ്സ് ആയിരിക്കില്ല. ഇതിൽ കുറച്ചൊരു ക്ലേ ടൈപ്പ് ആകുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു വേറൊരു കൺസിസ്റ്റൻസി ആയിരിക്കും അത് അതാണ് അതൊന്ന് കട്ട കുത്തിയ പോലെ അതിൽ പെട്ടെന്ന് അലിഞ്ഞ് ചേരാത്തത്. അപ്പോൾ ഇങ്ങനത്തെ ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ബ്ലെൻഡർ യൂസ് ചെയ്തപ്പോൾ നമുക്ക് കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ ആൽമണ്ട് ഓയിൽ ഞാൻ കറക്റ്റ് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വിറ്റാമിൻ ഇ ഓയിലാണ്. നമ്മളെ കയ്യിലുള്ള വിറ്റാമിൻ ഇ ഓയിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അത് കോൺസെൻട്രേറ്റഡ് ആണ്. കോൺസെൻട്രേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ വാങ്ങിക്കുന്ന വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും ഇതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഭയങ്കര ഡൈല്യൂട്ടഡ് ആയിട്ട് വരുന്നതാണ്. ഇതൊന്നുകൂടെ കോൺസെൻട്രേറ്റഡ് ആണ്. ഇതൊന്നുകൂടെ കട്ടി കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ 2 ഇരട്ടി നമ്മൾ എന്ത് ചെയ്യണം, അത് ഇപ്പോൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് യൂസ് ചെയ്യുമ്പോൾ 1 kgക്ക് ഒരു 20-26 ക്യാപ്സ്യൂള് വരെയെങ്കിലും നമുക്ക് മിനിമം ആഡ് ചെയ്ത് കൊടുക്കണം. ഇതാവുമ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. 1 കിലോയിലേക്കാവുമ്പോൾ നമുക്കൊരു 2 ഗ്രാം 3 ഗ്രാമൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. അപ്പോൾ റോസ് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ഒറിജിനൽ റോസ് വാട്ടർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറേ എസെൻസും റോസ് വാട്ടറിൻ്റെ എസെൻസൊക്കെ വെച്ചിട്ടുള്ളതായിരിക്കാം. ഓക്കെ, കുറേ പേര് ഫാൻസി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഒന്നെങ്കിൽ ഏറ്റവും ബെറ്റർ നമ്മൾ തന്നെ വീട്ടിൽ കുറച്ച് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറച്ച് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. പിന്നെ അലോവേറ ജെല്ല് കേട്ടോ, അലോവേറ ജെല്ലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ഒരു 2-3 ടീസ്പൂൺ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലോവേറ ജെല്ല് ഇങ്ങനെ യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനലായിട്ടുള്ള ഫ്രഷ് അലോവേറയുടെ പൾപ്പ് എടുത്തിട്ട് അങ്ങനെയും യൂസ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ നിങ്ങളത് മിക്സിയിലിട്ട് അത് അടിച്ച് അതിൻ്റെ ആ ഒരു ജ്യൂസ് ആക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അത് പേസ്റ്റ് പൾപ്പുണ്ട് ഇടുമ്പോൾ അത് കഷ്ണമായി കിടക്കുള്ളൂ കേട്ടോ. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പെർഫ്യൂമാണ്. അപ്പോൾ എല്ലാത്തിൽക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രാഗ്രൻസ് ഓയിലും കാര്യങ്ങളൊക്കെ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് റോസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ. കാരണം ആ ഒരു റോസ് വാട്ടറും പിന്നെ ആ ഒരു ഫ്രഞ്ച് ഗ്രീൻ ക്ലേ അതിനൊരു ചെറിയൊരു പീച്ച് പിങ്ക് കളറാണ് വരുന്നത്. അപ്പോൾ ഞാൻ കരുതി ഒരു എന്താ പറയുക, ഒരു റോസിൻ്റെ ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ തോന്നി. കാരണം നല്ലൊരു സ്മെല്ലാണല്ലോ റോസിൻ്റെ ഫ്രാഗ്രൻസ്. പിന്നെ അതല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു കോമൺ ആയിട്ട് നമ്മളെ കയ്യിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഫ്രാഗ്രൻസ് ഓയിൽ ഉണ്ട്, ബ്രൈറ്റ് ഷൈൻ, ആൽമണ്ട് ബ്ലോസം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫ്രാഗ്രൻസ് ഓയിലൊക്കെ നമ്മളതിൽ 50ഓളം ഫ്രാഗ്രൻസ് ഓയിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് എന്തെങ്കിലും സോപ്പ് മേക്കിങ്ങിൻ്റെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ നമ്പർ കൊടുക്കാം, അതിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ, മെസ്സേജ് അയക്കാം. അപ്പം നമ്മൾ റിപ്ലൈ തരുന്നതാണ്. സോപ്പ് മേക്കിംഗ് ആയിക്കോട്ടെ, ഷാമ്പൂ, ഫേസ് വാഷ്, ജെല്ല്, ലിപ് ബാം, ഇങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക മീൻസ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അത് വാട്സപ്പ് നമ്പറാണ്. കുറേ പേര് അതിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. വിളിക്കാതെ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. വാട്സപ്പ് കോൾ ചെയ്താലും കിട്ടും കേട്ടോ. നോർമൽ കോളാണ് അതിൽ കിട്ടാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സോപ്പിൻ്റെ ഐറ്റംസ് ആഡ് ചെയ്യൽ. ഇതൊക്കെ കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ അതിലേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരുവിധം എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി നമുക്ക് ഇത് വെച്ചിട്ട് സ്കിന്നിലാണെങ്കിലും ഫേസിൽ വേണമെങ്കിലും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കൊന്നുമില്ല. കാരണം ഇത് ക്ലേ പൗഡേഴ്സ് ആയതുകൊണ്ട് നമ്മൾ സ്കിൻ ഡ്രൈ ആക്കത്തില്ല. നമ്മുടെ ഫേസിലുള്ള ഇമ്പ്യൂരിറ്റീസും അങ്ങനത്തതൊക്കെ റിമൂവ് ചെയ്ത് ടാനൊക്കെ മാറ്റാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള ബ്രൈറ്റ്നെസ് ഇമ്പ്രൂവ് ചെയ്യാനും, അതേപോലെ തന്നെ പിമ്പിൾ മാർക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ സോപ്പ് മേക്കിംഗ് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിലും നമ്മളെ നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പറയുക. അതേപോലെ തന്നെ ഇനി എന്തൊക്കെ സോപ്പുകളാണ് ഉണ്ടാക്കേണ്ടത് എന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.